അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മനുഷ്യനെ ജീവിതത്തിൽ നിഷ്ക്രിയനാക്കുന്നതും അവനിലെ ഊർജ്ജസ്വലത നഷ്ടപ്പെടുത്തുന്നതും ഉൾവലിയാൻ പ്രേരിപ്പിക്കുന്നതും അവനിലെ നിരാശയാണ്. അള്ളാഹുവുമായുള്ള ബന്ധം നഷ്ടമാകുന്നതും അവനല്ലാത്തവരുമായി മനസ്സ് ബന്ധിപ്പിക്കാൻ തുടങ്ങുന്നതും നിഷിദ്ധങ്ങളിൽ കൂടുതൽ വിഹരിക്കാൻ മനസ്സൊരുങ്ങുന്നതും മനുഷ്യനെ നിരാശ ഭരിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഒരു മുവഹിദിന്റെ വ്യതിരിക്തത ഇവിടെയാണ്. തന്നെ കാണാനും കേൾക്കാനും എല്ലാ സന്ദർഭങ്ങളിലും കാക്കാനും പോകുന്ന റബ്ബിലാണ് തൻ്റെ വിശ്വാസം എന്നതാണ് വിശ്വാസിയുടെ ആ വ്യതിരിക്തത. തെറ്റുകുറ്റങ്ങളിൽ അകപ്പെടുന്ന ദാസീദാസന്മാർക്ക് കാരുണ്യവാനായ അള്ളാഹു നൽകുന്ന ആശയും ആശ്വാസവും എത്രയാണെന്ന് ഒരു ഖുദ്സിയായ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, ആദം സന്താനമേ, നീ എന്നോട് പ്രാർത്ഥിക്കുവോളം, എന്നിൽ പ്രതീക്ഷ വെക്കുവോളം നിന്നിൽ നിന്നുണ്ടായ പാപങ്ങൾക്കെല്ലാം ഞാൻ മാപ്പ് തരുന്നതാണ്. എനിക്കത് പ്രശ്നമല്ല. ആദം സന്താനമേ, നിന്റെ പാപങ്ങൾ ആകാശവിധാനത്തോളമായിട്ടുണ്ടെങ്കിലും നീ എന്നോട് മാപ്പപേക്ഷിക്കുന്നുവെങ്കിൽ നിന്നോട് ഞാൻ പൊറുക്കുന്നതാണ്. ആദം സന്താനമേ, ഭൂമി ഭാരത്തോളം പാപവുമായി എന്നിൽ പങ്കുചേർക്കാത്ത നിലയിൽ നീ എന്നെ സമീപിക്കുമെങ്കിൽ അത്ര തന്നെ മഗ്ഫിറത്തുമായി നിന്നിലേക്ക് ഞാൻ വന്നെത്തുന്നതുമാണ്. പ്രിയപ്പെട്ടവരെ, മഗ്ഫിറത്തിന്റെ മാസമായ റമദാനിൽ അള്ളാഹുവിനോട് മാപ്പിരന്നുകൊണ്ടിരിക്കുക. മാപ്പ് നൽകാൻ ഒരു നാഥനുണ്ടായിരിക്കെ നമ്മൾ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.